ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിലാണല്ലോ ജനിച്ച് വളർന്നതൊക്കെ. സ്വാഭാവികമായി ഒരു മുസ്ലിം ജനസമൂഹം വലുതായി ഉള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഖുറാനും അങ്ങനെയൊക്കെയുള്ള ഈ ഒരു മത ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനവും അതിനെയൊക്കെ കുറിച്ചൊക്കെ ഉള്ള ഒരു അറിവും ഒക്കെ എങ്ങനെയാണ്? അത് ഞാൻ കുട്ടിക്കാലം മുതൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് നിലമ്പൂർ എല്ലാ സമുദായങ്ങളും ഇവിടെയുണ്ട്. ഇപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ നല്ലതുപോലെ ഉള്ളതാണ്. നമ്മുടെയൊക്കെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കൂട്ടുകാരിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇടകലർന്നാണല്ലോ എല്ലാവരും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ഓരോരുത്തരുടെയും വിശ്വാസം, അവരുടെ പ്രത്യേകത, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവിതത്തിലെ പ്രത്യേകതകൾ ഇതുമായെല്ലാം ഇടകലർന്നും ഇഴുകിച്ചേർന്നുമാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഇപ്പോൾ ഖുർആനാണെങ്കിലും ഖുർആൻ പല വ്യാഖ്യാനങ്ങളും ഖുർആനുണ്ട്. അതിപ്പോൾ എല്ലാ വ്യാഖ്യാനങ്ങളും ശരിക്കും അതിൻ്റെ സാരാംശം ഗ്രഹിച്ചുകൊണ്ടുള്ളതാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മുൻപോട്ട് വെക്കുന്നത് ഒരു വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെ ദർശനമാണ്. അത് എല്ലാം ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബൗദ്ധ, ജൈന ദർശനങ്ങളെല്ലാം, പിന്നെ നമുക്കറിയാത്ത എന്തെല്ലാം ദർശനങ്ങളുണ്ട്, ഇതെല്ലാം പറയുന്നത് ആത്യന്തികമായി മനുഷ്യ സ്നേഹത്തെക്കുറിച്ചാണ്. ഇപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, നിൻ്റെ അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുന്ന സമയത്ത് വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വിശപ്പ് സ്വന്തം വിശപ്പായി കാണണം. അതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അതാണ്. എന്ന് വെച്ചാൽ അവരൻ്റെ വേദനകളൊക്കെയും സ്വന്തമെന്ന പോലെ കാണണം എന്നാണ്. ഇത് പല മതങ്ങളിലും പറയുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദു മിത്തോളജി എടുത്താലും ക്രിസ്ത്യൻ ഫിലോസഫി എടുത്താലും ഒക്കെ ഇതിൻ്റെ എല്ലാം ഭാഗമായി ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ വരുന്നുണ്ട്. സത്യത്തിൽ മതത്തിൻ്റെ പേരിലൊന്നും കലഹിക്കേണ്ട ഒരു കാര്യവും മനുഷ്യർക്കിടയിലില്ല. എല്ലാ മതങ്ങളും ആത്യന്തികമായി ഇത്തരത്തിലുള്ള മൂല്യങ്ങളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആ മൂല്യങ്ങളെ പിൻപറ്റിയാൽ മതങ്ങൾക്കിടയിൽ സംഘർഷവും സ്പർദ്ധയൊന്നും ഉണ്ടാവില്ല. എല്ലാ മനുഷ്യർക്കും നല്ല യോജിപ്പോടെ സാഹോദര്യത്തോടെ പോകാൻ കഴിയും, പരസ്പര ബഹുമാനത്തോടെ പോകാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം.